ശ്രീ ജയശങ്കർ, അതായത് നിലവിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്, എങ്ങനെ പറയാലോ, ഏറ്റവും ചുരുങ്ങി അല്ലെങ്കിൽ വലിയ മലയാളം വാക്കൊന്നും ഉപയോഗിക്കാതെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ജയിക്കും ഒരുപോലെ LDFും UDFും പറയുന്ന അവസ്ഥ. നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടിയൊഴുക്കുകൾ സംഭവിച്ചു, അടിയൊഴുക്കുകൾക്ക് സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുക. ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അങ്ങേക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകർ എന്ന രീതിയിൽ കൂടി അങ്ങേക്ക് ഇപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അവസാന മണിക്കൂറുകളിൽ എന്തായിരിക്കും റിസൾട്ട്, എങ്ങനെയായിരിക്കും കേരളം വിധി എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അങ്ങയുടെ ഒരു കണക്കുകൂട്ടൽ. അല്ലെ, വിധി നിർണ്ണയം വളരെ വ്യക്തവും അസന്നിഗ്ധവുമാണ്. അത് തീർച്ചയായിട്ടും LDFിനെതിരായ കൃത്യമായിട്ട് പറഞ്ഞാൽ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരായ വളരെ ശക്തമായ ഒരു ജനവികാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നു. അത് കുറേ കൂടി മൂർത്തമായ രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിരുന്നു. സർക്കാരിൻ്റെ വിധിയെടുത്ത് കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ആ വികാരം ഒട്ടും കുറയാതെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ അഭിപ്രായ സർവേ നടത്തിയിട്ടോ എക്സിറ്റ് പോൾ നടത്തിയിട്ടോ പറയുന്ന അഭിപ്രായമല്ല. നമ്മുടെ അനുഭവത്തിലും ബോധ്യത്തിലും മറ്റാളുകളുമായിട്ടുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും ബോധ്യപ്പെട്ട കാര്യം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ, അതായത് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും BJPക്കാരനും എല്ലാവരുടെയും ഇടയിൽ ഉള്ള അഭിപ്രായം ഈ സർക്കാർ പോകണം, ഇതിനി തുടരാൻ പാടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഭരിക്കുന്ന സർക്കാർ മാറി പുതിയ സർക്കാർ വരികയാണ് പതിവ്. തവണ അങ്ങനെയല്ല, 10 കൊല്ലം പിന്നിട്ട സർക്കാർ. സ്വാഭാവികമായിട്ടും വിപ്രതിപത്തിയാണ്. പിന്നെ ഈ സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ച്, മന്ത്രിമാരുടെ പെർഫോമൻസിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ അത്ര നല്ല അഭിപ്രായമല്ല ഉണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സർക്കാർ ഭരണം അത്ര മോശമൊന്നുമല്ല. പക്ഷെ മന്ത്രിമാർ പലരും ആ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമായി. അതുകൂടാതെ പല വകുപ്പുകളുടെയും നടപടിയിൽ വീഴ്ചകളുണ്ടായി. ആ വീഴ്ചകൾക്ക് മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീഴ്ചകൾ പോലും അത് മെച്ചങ്ങളായിട്ട്, നേട്ടങ്ങളായിട്ടാണ് ചിത്രീകരിച്ചെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പോലും വിപരീതാർത്ഥത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിയത്. മിക്കവാറും ഏത് വകുപ്പെടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വളരെ മോശം അഭിപ്രായം. പിന്നെ അതുകൂടാതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ നവകേരള യാത്ര പോലുള്ള ബസ് യാത്രയൊക്കെ ഉണ്ടായി. അതുപോലുള്ള കലാപരിപാടികളിൽ ലോക കേരള സഭ ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചകൾ ഒരു ഭാഗത്ത്. അതിനേക്കാളും മലയാളികളുടെ നെഞ്ച് പൊള്ളിച്ച ഒരു സംഭവം ആശാ വർക്കർമാരുടെ സമരമാണ്. അവർ തിരുവനന്തപുരത്ത് നടത്തിയ സമരം, അതിനോട് സർക്കാർ കാണിച്ച ക്രൂരമായ അവഗണന, അതിൻ്റെ ഒടുവിൽ ഈ ആശാമാർ തലമുണ്ടനം ചെയ്ത് ആ സമരപ്പന്തലിൽ നിന്ന് കണ്ണീരോടുകൂടി പോകുന്ന കാഴ്ച. ഇതൊക്കെ സാധാരണക്കാരെ വെച്ചാൽ കോൺഗ്രസ്സുകാരെ മാത്രമല്ല, ലീഗുകാരെ മാത്രമല്ല, BJPക്കാരെ മാത്രമല്ല, സാക്ഷാൽ ഇടതുപക്ഷക്കാരെ. പ്രത്യേകിച്ച് ഒരു നേട്ടത്തിനും വേണ്ടിയല്ലാതെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഡയറക്ടറാകാൻ വേണ്ടിയിട്ടും പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടിയിട്ടും അല്ല. കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ശീലിച്ച ആളുകളുണ്ട്. ഇടതുപക്ഷ ധാർമ്മികതയിൽ വിശ്വസിച്ച ആളുകളുണ്ട്. ഇടതുപക്ഷത്തിന് തെറ്റുപറ്റുകയില്ല എന്ന് കരുതിയിരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൂടി വെറുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരുടെ വോട്ട് കൃത്യമായിട്ട് ഇത്തവണ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് UDFന് ചെയ്തിട്ടുണ്ട്. LDF തോൽക്കാന്നുള്ളതാണ് പറഞ്ഞത്. ഈ സർക്കാർ ഇനി തുടരരുത് എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. പിന്നെ LDFന് ഗുണമായിട്ട് വന്നിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഈ മുമ്പൊക്കെ ഇപ്പോൾ 2001 ഇതുപോലെ ജനവികാരം ഉണ്ടായിരുന്നു. മാസത്തിൽ 25 ദിവസം ട്രഷറി പൂട്ടിയിട്ട് ഒരു കാലമുണ്ടായിരുന്നു. EK നായർ മുഖ്യമന്ത്രിയും അതുപോലെ ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയുമായിരുന്ന കാലം. അന്ന് ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ വലിയ വിപരീത വികാരമുണ്ടായി. ആ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ VD സതീശനൊക്കെ ആദ്യമായിട്ട് ജയിക്കുന്നത്. അന്ന് പക്ഷേ എന്താ സംഭവിച്ചു വെച്ചാൽ ഈ LDFിൻ്റെ വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ട് UDFിലേക്ക് പോയി. ഇപ്പോൾ അങ്ങനെയല്ല, അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ വലിയ പങ്ക് UDFനും ചെറിയ പങ്ക് BJPക്കും കിട്ടും എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ BJP ശക്തമായ സ്ഥലങ്ങളിൽ ഈ വിരുദ്ധ വോട്ടുകൾ BJPക്ക് കിട്ടും. UDF ശക്തമായ സ്ഥലങ്ങളാണ് കൂടുതൽ, ആ സ്ഥലങ്ങളിൽ ഈ വോട്ട് UDFന് കിട്ടും. അത് നമ്മൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും കണ്ടതാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് ഫലമില്ല എന്ന് തോന്നിയുകൊണ്ട് ആളുകൾ BJP കൂട്ടി. BJP ജയിച്ചു. BJPക്ക് ആദ്യമായിട്ട് നഗരഭരണം കിട്ടി. അത് BJPയുടെ ശക്തി കൊണ്ടല്ല, ഈ വിപരീത വികാരത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ആര്യ രാജേന്ദ്രൻ 5 കൊല്ലം വേറെ ആയിരുന്നപ്പോൾ ജനങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് ഒന്നുകിൽ കോൺഗ്രസിന് ചെയ്യുക അല്ലെങ്കിൽ BJPക്ക് ചെയ്യുക. അപ്പോൾ ജനങ്ങൾ ബുദ്ധിപൂർവ്വം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ചെയ്തിട്ട് കാര്യമില്ല, അവർ ജയിക്കില്ല. എന്നാൽ പിന്നെ BJPക്ക് ചെയ്താൽ BJP ജയിക്കട്ടെ, ഇപ്പോൾ BJP ജയിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് കരുതിയ ആളുകൾ കോർപ്പറേഷൻ്റെ ഭരണം BJP ഏൽപ്പിച്ചു. അത് BJPയുടെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മാഹാത്മ്യം കൊണ്ടൊന്നുമല്ല.
അപ്പോൾ ഇതുപോലെ ഒരു വികാരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഒരു ജനവികാരത്തിൻ്റെ തോതനുസരിച്ചാണെങ്കിൽ 90 തൊട്ട് 110 വരെ സീറ്റ് UDF ജയിക്കാവുന്നതാണ്. പക്ഷേ പിന്നെ UDFകാരൻ കോൺഗ്രസ്സുകാരനൊക്കെ അവരുടെ കയ്യിലിരിപ്പിൻ്റെ ചില സവിശേഷതകൾ കൊണ്ട് ആ ഒരു ആനുകൂല്യം ആ രീതിയിലില്ല. ഇപ്പോഴും ഒരു 80, 85 അല്ലെങ്കിൽ 90 സീറ്റ് വരെയൊക്കെ ജയിക്കാവുന്ന സാഹചര്യം.